എ സിക്ക് കൂളിംഗ് ഇല്ലെന്ന് കസ്റ്റമർ നമ്മളെ വിളിച്ചു പറഞ്ഞു. നമ്മൾ പോയി ചെന്ന് നോക്കിയപ്പോൾ നമുക്ക് കാണാൻ പറ്റിയ ഒരു കാഴ്ച നിങ്ങളെ കാണിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ, സാംസങ്ങിൻ്റെ 1.5 ടൺ ഒരു പഴയ എ സിയാണ്. ഗ്യാസ് വന്ന് നോക്കി, ഗ്യാസ് ഉണ്ടായിരുന്നില്ല. ഗ്യാസ് ഫുള്ള് പോയിട്ടുണ്ട്. ഏത് രീതിയിലാണ് പോയേക്കുന്നത് എന്ന് നമുക്കറിയത്തില്ല. ഞാൻ എന്നാലും ഒന്ന് ശകലം ഗ്യാസ് ഒന്ന് കയറ്റി നോക്കിയപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. നല്ല ലീക്ക് എവിടെയോ ഉണ്ട്. അപ്പോൾ ഗ്യാസ് കയറ്റിയാലും നിൽക്കത്തില്ലെന്ന് കസ്റ്റമറോട് കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ കസ്റ്റമർ പറഞ്ഞു ഓക്കെ, ഏത് രീതി ചെയ്യാൻ പറ്റുമോ ആ രീതി ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ കംപ്രസർ കൊണ്ടുവന്നിട്ട് നമ്മുടെ കംപ്രസർ കൊണ്ടുവന്ന് അതിനകത്ത് ഞാൻ പ്രഷർ കയറ്റി നിൽക്കുന്നില്ല. കാരണം ഫുള്ള് പോവുകയാണ്. അപ്പോൾ കവറൊക്കെ ഒന്ന് അഴിച്ച് നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഫുള്ള് എവിടെയോ ലീക്കുണ്ട്, നല്ല ലീക്കുണ്ട്. അതുകൊണ്ടാണ് ഇവിടേക്ക് ഓയിൽ അടിച്ച് കിടക്കുന്നത്. കവർ ഫുള്ള് അഴിച്ച് നോക്കിയപ്പം കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ കൺഫേം ആയി. കാരണം എന്താ വെച്ചാൽ നല്ല ഓയിൽ അടിച്ച് കിടക്കുന്നുണ്ട്. ഫുള്ള് എവിടെയോ നല്ല പോലെ ലീക്കുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. അപ്പം സൗണ്ട് മാത്രമേ ഉള്ളൂ, എവിടെയാണെന്ന് ഞാൻ കൺഫേം കണ്ടുപിടിച്ചില്ല. കാരണം എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇതിന് അടിയിൽ നിന്നാണ് സൗണ്ട് വന്നുകൊണ്ടിരുന്നത്. അടി ചെക്ക് ചെയ്തപ്പോൾ കണ്ടില്ലേ, ഈ ഭാഗത്താണ് നല്ല ലീക്കുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലീക്കുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ കസ്റ്റമറോട് കാര്യം പറയാം. എന്തായാലും ഇത് അത്യാവശ്യം പഴക്കമുള്ളൊരു എ സിയാണ്. അപ്പോൾ കംപ്രസർ ഒന്നില്ലേ മാറ്റി വെക്കുമോ അല്ലെങ്കിൽ വെൽഡ് ചെയ്ത് ക്ലിയർ ചെയ്യുമോ എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ചാൽ ഗ്യാസ് ഇല്ലെങ്കിൽ നമ്മളത് വൃത്തിയായിട്ട് തന്നെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം രണ്ടാമത് ഗ്യാസ് ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം കസ്റ്റമർ ഏത് രീതിയിൽ പറഞ്ഞാൽ ആ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. എല്ലാവർക്കും ഗുഡ് ബൈ.